സമയത്ത് വിളിച്ചാലും മടവൂര് കേൾക്കുവോ, മരിച്ചവര് കേൾക്കുവോ എന്നൊക്കെ ചോദിക്കുക. ഇതാ നമ്മളും ചോദിച്ചത്. എല്ലാ സമയത്തും ഈ മഹാമാരി കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന സമയമേത് എന്ന് പറയാൻ ഈ ആളുകൾക്ക് കഴിയണ്ടേ? ഇന്ന സമയത്ത് ഇപ്പൊ ഡോക്ടർമാരെയൊക്കെ വീട്ടിന്റെ മുമ്പ് പോയാൽ നമ്മൾ കാണും 10 മണി മുതൽ 11 മണി വരെ, അല്ലെ 12 മണി വരെ, അല്ലെങ്കിൽ 4 മണി മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 9 മണി വരെ ഇത്രേ ഡോക്ടർമാരുണ്ടാവും എന്ന് പറയും. ഇതുപോലെ ഈ ശൈഖുമാര് കേൾക്കുന്ന സമയതാ? CM മടവൂരിന്റെ അപ്പോയിന്റ്മെന്റുകൾ സ്വീകരിക്കുന്ന സമയം ഏതൊക്കെയാ? ഇന്ന സമയത്ത് വിളിച്ചാൽ CM മടവൂര് കേൾക്കും, ഇന്ന സമയത്ത് വിളിച്ചാൽ മമ്പർന്നങ്ങൾ കേൾക്കും. ഇന്ന കാര്യങ്ങൾ മാത്രം അല്ലെ. ഒരാള് വീണ് കൈപൊട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഇതാ എന്നാ പിന്നെ വയലത്തൂരില് അല്ലെങ്കിൽ തലക്കടത്തൂരില് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, മൂപ്പരെടുത്ത് പോവാ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. നല്ല ഓർത്തോന്റെ ഡോക്ടർ, എല്ലിന്റെ ഡോക്ടർ ആരാ ഉള്ളത്, അവിടേക്ക് പോവാന്നാ പറയാ. ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് ഏതെങ്കിലും മൂല്യാര് ഇന്നേ വരെ എല്ലിന്റെ ഡോക്ടറെ അടുത്ത് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താ പോവാ. ഇതുപോലെ CM മടവൂര് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കില്ലെങ്കിൽ എന്തിന്റെ സ്പെഷ്യലിസ്റ്റാ മൂപ്പര്? പറഞ്ഞു കൊടുക്കണ്ടേ ഈ സമുദായത്തോട്? മൂപ്പര് ഇന്ന കാര്യങ്ങളെ ഏറ്റെടുക്കൂ എന്നാരാ പറഞ്ഞത്? എന്നാരാ പഠിപ്പിച്ചത്? ഇസ്തിഗാസ എന്ന് പറയുന്ന വിഷയത്തിൽ ഈ ആളുകൾ പെട്ടിരിക്കുന്ന വലിയ അബദ്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്തേ കാര്യം? അള്ളാഹു പറഞ്ഞത് ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഒരു ശൈഖുമില്ല, ഒരു തങ്ങളുമില്ല, ഒരു ഉപ്പാപ്പയില്ല. മുസ്ലിം സമുദായത്തിന്റെ ആകുലതകൾ ഇറക്കി വെക്കാൻ ഒരു കേന്ദ്രവുമില്ല. ആര് പറഞ്ഞാലും ശരി. അജ്മീറിനെ കുറിച്ച് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു നേതാവ് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ ആകുലതകൾ ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ് അജ്മീറിലെ ദർഗ. അല്ല, മുസ്ലിം സമുദായത്തിന് ആകുലതകൾ ഇറക്കി വെക്കാനുള്ള കേന്ദ്രം സർവ്വലോക രക്ഷിതാവായ റബ്ബാണ്. അവിടെയാണ് ഇറക്കി വെക്കാൻ പറഞ്ഞത്. ജീവിതത്തിൽ എന്തെന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും, എന്തെന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് ആ സന്തോഷ വാർത്ത. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും ആകുലതകൾ ഉണ്ടായാൽ, അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ജാറങ്ങളിൽ പോയി അത് ഇറക്കി വെക്കുമെന്നല്ല അല്ല പറഞ്ഞത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് എന്ന് പറയും എന്നാണ്. സ്വഹാബത്തിന് ആകുലതകൾ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായ അപ്പോൾ തുടങ്ങിയ ആകുലതകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായോ ഇല്ലേ എന്ന കാര്യം തുടങ്ങി സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ചോ, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ വഫാത്തായോ ഇല്ലേ എന്നുള്ള തർക്കം നടക്കാണ് ഇവിടെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കൊല്ലൂന്ന് പറഞ്ഞു നടക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു, എന്താണ് ഞങ്ങളുടെ ഈ ആകുലതയൊന്ന് പരിഹരിക്കൂ എന്ന് പറഞ്ഞ് തേടിയോ? ഇല്ല. പിന്നീട് ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത് കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തെ പ്രശ്നങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തെ പ്രശ്നങ്ങൾ, മറ്റ് ഖലീഫമാരുടെ കാലത്തെ പ്രശ്നങ്ങൾ. ഏതെങ്കിലും ഒരു സഹാബി ഈ ആകുലതകൾ ഇറക്കി വെക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് ആകുലതകൾ ഇറക്കി വെക്കാൻ ഒരു ജാറവും ആവശ്യമില്ല, ഒരു ദർഗയും ആവശ്യമില്ല എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ തേടേണ്ടത്, ആ റബ്ബിനോടാണ് നമ്മൾ ഇത് പറയേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. ഇത് ഉറക്കെ പറയേണ്ട കാലമാണിത്. ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്ത് പോലും അള്ളാഹിനെ ഓർമ്മിക്കുന്നതിന് പകരം ശംസുൽ ഉലമയെ ഓർമ്മിച്ചോളൂ എന്ന് പറയുന്ന കാലം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ശൈഖുമാരെ വിളിച്ചോളൂ എന്ന് പറയുന്ന കാലം. തൗഹീദിന്റെ പ്രഭാഷണ വേദികളിലും വാദപ്രതിവാദ വേദികളിലും ഉണ്ടായിരുന്ന ആളുകൾ പോലും രാത്രിയിൽ
ഇരുളിൽ അകപ്പെട്ട മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം, അതിന് ന്യായം ചമക്കുന്ന കാലം, അത് ശിർക്കാവൂല എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ പറയുന്നത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ച് അതിനോട് തേടിയ വെളിച്ചം തരണേന്ന് പറഞ്ഞാൽ ശിർക്കാവൂല എന്നാണല്ലോ വാദം. ഇത് ശിർക്കാണെന്ന് പറയുമ്പോ ഇവിടെ ജിന്നി എന്നുള്ള മാറ്റി അള്ളാന്ന് കൊണ്ടുവന്നിട്ട് ചോദിക്കാൻ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണെന്ന് വിചാരിച്ച് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാകുമോ? എന്തൊരു കഷ്ടം ആലോചിച്ചു നോക്കൂ. ഇവരെങ്ങാൻ മരിച്ചവരോട് തേടിയാ ശിർക്കാവൂല എന്ന് വാദിക്കുന്ന ടീമായി മാറിയാൽ, അങ്ങനെ മാറാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക, അങ്ങനെ മാറിയാൽ ഇവരെന്താ ചോദിക്കുക? മരിച്ചവര് തോടിയാൽ എങ്ങനെ ശിർക്കാവുക? കാരണം അള്ളാഹു മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് മരിച്ചുപോയ അള്ളാഹുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? എന്നാവൂലേ ഈ മനുഷ്യന്മാര് ഉദാഹരണം കൂട്ടിക്കൊഴുക്ക? അള്ളാഹു ഫിത്നകളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് ഉറക്കെ പറയേണ്ട കാലമാണിത്. ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം ഉറക്കെ പറയേണ്ട കാലമാണിത്. നമ്മൾ 100ാം വാർഷികം പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു സംഘടന 100ാം വാർഷികം പ്രഖ്യാപിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികം പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് മുതൽ കേൾക്കുന്ന ഒരു പദം എന്താന്ന് ചോദിച്ചാൽ സമവായം എന്നുള്ളതാണ്. സമസ്തയുടെ 100ാം വാർഷികം പ്രഖ്യാപിച്ചത് മുതൽ കേൾക്കുന്നത് സമവായം എന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കമ്മിറ്റി ഉണ്ടാക്കുന്നു, സ്വാഗത സംഘം ഉണ്ടാക്കുന്നു, അത് ഒരു കൂട്ടർ ബഹിഷ്കരിക്കുന്നു. അപ്പോ ഈ ബഹിഷ്കരിച്ച ആളുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി, ആ കമ്മിറ്റി ആദ്യത്തെ കമ്മിറ്റിന്റെ മേലെയാണോ താഴെയാണോ എന്ന് പരിശോധിക്കാൻ വേറൊരു കമ്മിറ്റി, ഇത് മേൽ കമ്മിറ്റിയാണോ കീഴ് കമ്മിറ്റിയാണോ എന്നറിയാൻ വേറൊരു കമ്മിറ്റി. ഇങ്ങനെ എല്ലാം കൂടി സമവായ കമ്മിറ്റി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ അമ്പലക്കടവ് ഫൈസി പറയാണ് അതൊന്നും ശരിയല്ല, അതൊക്കെ ഇതിന്റെ താഴെയാണ്. വേറൊരാള് പറയാണ് അതൊക്കെ ഇതിന്റെ മേലെയാണ്. ഇന്ന് യുഎഇയിലാണ് എന്നാണ് എന്റെ ഓർമ്മ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം അധ്യക്ഷനാണോ ആശംസയാണോ? 2 നോട്ടീസാണ്. ഒരു കൂട്ടർ പറയുന്നു അധ്യക്ഷനാണ്, വേറൊരു കൂട്ടർ പറയുന്നു ആശംസയാണ്. എന്തേ ഇതുണ്ടായത് എന്നറിയോ? എന്തേ ഇതുണ്ടായത് എന്ന് ചോദിച്ചാൽ, എന്ന് ഇത് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, സമസ്തയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പേര് തന്നെ പറയട്ടെ, ജിഫ്രി തങ്ങൾ ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ എന്ന് ആരംഭിച്ചോ അന്ന് സമസ്തയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വഖഫ് വിവാദം കേരളത്തിൽ കത്തിപ്പടർന്ന സന്ദർഭം, ഇത് പള്ളികളിൽ വെച്ച് പറയണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, സർക്കാരിന്റെ ഈ സമീപനത്തെ കുറിച്ച് ജനങ്ങളോട് ഗൗരവത്തോടു കൂടി പറയണം എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാം ഒന്നിച്ചുകൂടി തീരുമാനിച്ചു. എന്താ ഉണ്ടായത്? പിറ്റേന്ന് ഒന്നിരുട്ടി നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ജിഫ്രി തങ്ങൾ സമുദായത്തിന്റെ ഒറ്റുകാരനായി, ഇത് പള്ളി പറയേണ്ട വിഷയമല്ല, പള്ളി പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അധ്യക്ഷൻ ആദരണീയനായ ടി.പി. അബ്ദുള്ള കോയമദിന് പറഞ്ഞു, ഇത് പള്ളിയുടെ കാര്യമാണ്, ഇത് സമുദായത്തിന്റെ കാര്യമാണ്, ഇത് പള്ളികളിലാണ് ഞങ്ങൾ പറയുക. സമസ്തക്കാരായ ആളുകൾ പോലും ആ പ്രഖ്യാപനം ഏറ്റെടുത്തു. ജിഫ്രി തങ്ങളെ മാറ്റി നിർത്തി പള്ളികളിൽ ഈ വിഷയം ആളുകളോട് പറഞ്ഞു. അന്ന് തുടങ്ങി ഈ സമുദായത്തിന്റെ ഒറ്റുകാരനായി അയാൾ രംഗത്ത് വരികയും സമുദായ താല്പര്യങ്ങളെ ബലികഴിക്കാൻ, സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് അനുകൂലികൾ എന്നൊരു വിഭാഗം, മുസ്ലിം ലീഗിനെ അനുകൂലിക്കാത്തവർ എന്ന 2 വിഭാഗത്തെ ആ സമസ്തയിൽ സൃഷ്ടിച്ചെടുത്തു. സമസ്തക്കാർക്ക് മറക്കാൻ കഴിയോ മുസ്ലിം ലീഗിനെ? 1989 പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഹുങ്കോടുകൂടി സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗം ആളുകൾ പുറത്തു പോവുകയും
പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളും പിടിച്ചെടുക്കുകയും പിടിച്ചെടുക്കാൻ കഴിയാത്തത് പൂട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോ സമസ്തയുടെ സ്ഥാപനങ്ങൾ കുറക്കൊഴിഞ്ഞ് കാവൽ നിന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിരുന്നില്ലേ?